പഴയ പോലെ കാശ് അങ്ങോട്ട് സെറ്റ് ആവുള്ളല്ലോ മുതലാളി. ശരിയാ, പഴയ പോലെ വരുമാനമൊന്നുമില്ല. അവസാനം നിന്നെ കൂടി ഞാൻ വെക്കേണ്ടി വരുമെന്ന് ആലോചിക്കുന്നു. അയ്യോ അത് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്താലോ? ആവശ്യമില്ലാത്ത കുറച്ച് ഷെയർസ് കയ്യിലിരിപ്പുണ്ട്, അത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് IPO വിറ്റാലോ? ആര്? നിന്റെ ഷെയർ. എടേ, നീ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയൊക്കെയാണ്, സംഗതിയൊക്കെ ശരിയുണ്ട്. പക്ഷെ നീ യമണ്ട ഓവർ വാല്യൂഡ് കമ്പനിയാണ്. അതേപോലെ റവന്യൂ ബിസിനസ്സോ ഒന്നുമില്ല. അതൊക്കെ ശരി മുതലാളി, മുഴുവൻ വിൽക്കണ്ട. നമുക്കൊരു 3.5% ഷെയർ ഇപ്പം വിൽക്കാം. പിന്നെ ഞാനൊരു ഓവർ വാല്യൂഡ് കമ്പനിയാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് മീഡിയാസിലൂടെ നല്ല ആഡ്, നല്ല ഹൈപ്പ് കൊടുക്കാം. ഇമാതിരി പ്രൊമോഷൻ കൊണ്ട് ആൾക്കാരുടെ ഒരു ക്യൂരിയോസിറ്റി വരും. സംഗതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീഡിയാസും എല്ലാ വെബ്സൈറ്റും നിന്റെ IPO പ്രൊമോട്ട് ചെയ്യും. ആ സമയത്ത് നമുക്കൊരു 950 രൂപ റേഞ്ചിൽ ഒരു ഷെയറിന് വെച്ച് വിൽക്കാം. 950 രൂപയാണ് നിന്റെ ഷെയറാ. ആ വില കുറച്ച് കൂടുതലാണ്. അതൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ LIC എംപ്ലോയീസിനും LIC പോളിസി ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഷെയർസ് വേണമെങ്കിൽ വിറ്റഴിക്കും. പക്ഷേ 950 രൂപയ്ക്കൊക്കെ നിന്റെ ഷെയർ വാങ്ങിക്കുന്നതിന്റെ ഗതി ആലോചിച്ച് നോക്കണം. IPO വന്നു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ വില അടിയും. അങ്ങനെ ഷെയറിന്റെ വില ഇടിഞ്ഞ് താഴെ വന്ന് പണ്ടാരടങ്ങാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഷെയർ കൂടി വിൽക്കാം. ആദ്യം IPO ഷെയർ വാങ്ങി തലയിലാവന്മാർക്ക് പിന്നീട് വില കുറയുമ്പോഴും വാങ്ങി ആവറേജ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കാണെങ്കിൽ ആവശ്യത്തിന് കാശും കിട്ടും. എടാ ഭീകര, എല്ലാം മുതലാളിയുടെ ട്രെയിൻ.